എങ്കി പിന്നെ നിനക്ക് ഇഷ്ടമെന്നുള്ള കാര്യം നീ തുറന്നു പറഞ്ഞിട്ടില്ലേ? അമ്മയോട് പറയാതെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിന് നമ്മള് ഇതൊക്കെ നടക്കൂ അഞ്ജലി? അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് വരെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നേ. അത് സിദ്ധാർത്ഥല്ലേ? അതെ അമ്മേ. ചിലപ്പോ അമ്മയെ കണ്ട പ്രപ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയായിരിക്കും. എനിക്ക് മനസ്സിലായി. ഗുഡ് ലക്ക്. ഹായ് അഞ്ജലി. ഹായ്. അല്ല, നിന്റെ ചെറിയച്ഛൻ എന്ത് പറയുന്നു? എനിക്ക് അയക്കുന്ന എല്ലാ മെസ്സേജിലും ആദ്യം ഒരു ജയ്ഹിന്ദ്, അവസാനം ഒരു ജയ്ഹിന്ദ് എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് ദേശഭക്തി വന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ട്രീറ്റ്മെന്റ് അല്ലേ കാരണം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒന്നുമില്ല. പിന്നെ എന്താ? അതായത് എന്റെ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കയ്യിലാ. അതെന്റെ സെന്റിമെന്റലാണ്. ഓ സോറി, ഞാനത് തരേണ്ടതായിരുന്നു, മറന്നോ. ഇതിനു വേണ്ടിയാണോ കാണണമെന്ന് പറഞ്ഞത്? ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഓക്കെ അഞ്ജലി, ലെറ്റ്സ് ബി ഇൻ ടച്ച്. ബൈ. ബൈ. എന്താ അഞ്ജലി, അദ്ദേഹം ഒന്നും പറയാതെ പോന്നു? നിനക്കെങ്കിലും പ്രപ്പോസ് ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ പോകുന്നത് കാണുമ്പോ തന്നെ വിഷമമായിട്ട് വയ്യ. ഇനി ഞാൻ പ്രപ്പോസ് ചെയ്ത് നോന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ. മാത്രല്ല, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാ വന്നെന്നറിഞ്ഞതിനു ശേഷം എനിക്ക് എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് മൈ ബാഡ് ലക്ക്. നമുക്ക് പോവാം അമ്മേ. ഐ ലവ് യു അഞ്ജലി. ഞാൻ ഒരുപാട് ലവ് സ്റ്റോറി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ലവ് പറയാന്ന് വിചാരിച്ചപ്പോ എനിക്ക് ധൈര്യം വന്നില്ല. നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞപ്പോഴാണ് എനിക്കിത് പറയാൻ ധൈര്യം വന്നത്. ഞാൻ വന്നത് ബ്രേസ്ലെറ്റിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. അതിനുശേഷം രണ്ടുപേരും കല്യാണം കഴിച്ചു. എനിക്കും അതിലൊരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം പോലും കഴിഞ്ഞില്ല. അതിനുള്ളിൽ എന്റെ മോളെ. മാഡം, സമൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ എത്തിയാൽ മതിയാവോ? നായക്, ലെറ്റ്സ് ഗോ.